ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഹൗ ടു കുക്ക് കരിമീൻ പൊളിച്ച് നോക്കിയാലോ. ഇത് ബാച്ചിലർ സ്പെഷ്യലാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ 2 കരിമീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതായത് വെളുത്തുള്ളി, വല്യുള്ളി, ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നുറുക്കി വെച്ചിട്ട് വരാം കേട്ടോ. ഇനി നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ കരിമീനിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ എല്ലാം ടീസ്പൂൺ കണക്കിനാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ നമ്മുടെ ഫ്ലേവറിന് ചിലർക്ക് മല്ലിപ്പൊടി ഇടുന്ന ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് 1 സ്പൂൺ ഇടാം. ഞാനിവിടെ 3/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, പിന്നെ ഉപ്പും ഇട്ട് വിനീഗറാണ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. വേണ്ടവർക്ക് നാരങ്ങ നീരും ആഡ് ചെയ്യാം. എനിക്ക് വിനീഗർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഒരു ടേസ്റ്റ് തോന്നിയിരിക്കുന്നത്. അതിനെ മാഗ്നേറ്റ് ചെയ്തിട്ട് വെച്ചു. ഞാൻ 30 മിനിറ്റ്സാണ് ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് നമ്മുടെ മീനിനെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ നമ്മൾ ഇങ്ങനത്തെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക ഫ്ലേവർ തരും. സോ എണ്ണ ചൂടായതിന് ശേഷം 2 മീനും ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതേ ഓയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന വല്യുള്ളിയും ചെറിയുള്ളിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് മാറണം കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ തന്നെ നമുക്ക് നല്ലൊരു മണം വരും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആയ തക്കാളി ചേർക്കാം. നമ്മൾ പുളിപ്പിന് ഇതിൽ തക്കാളി മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. സോ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികൾ ചേർക്കാനുള്ള ടൈമായിട്ടോ. സോ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. എത്രത്തോളം കറിവേപ്പില ചേർക്കുന്നോ അത്രത്തോളം ഇതിനൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാണ്ട്. ഇതാണ് തേങ്ങാപ്പാൽ. ഇത് 1-ാം പാലാണ് കേട്ടോ. ഈ 1-ാം പാൽ ഇരുന്നിട്ട് ഈ ഉള്ളിയുടെതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി തിളച്ച് വരണം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ വാഴയില വാട്ടി നമ്മുടെ കരിമീനും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കണം. ആക്ച്വലി വാഴയില വാട്ടുന്നതും അതുപോലെ പൊതിഞ്ഞെടുക്കുന്ന ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കാത്തത്. എന്നിട്ട് നമുക്ക് ഈ വാഴയില ഒരു പാനിൽ എണ്ണ ചൂടാക്കിയ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കരിമീൻ പൊളിച്ചത് ബാച്ചിലർ സ്പെഷ്യൽ റെഡി.